ഇഷ്ടമല്ല ഇഷ്ടമല്ല ഇഷ്ടമല്ല. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചിക്കുമായിട്ട് കൂട്ടായല്ലോ. വാസുദേവൻ ശരിക്കും ബുദ്ധിമുട്ടി കാണുമല്ലേ? ഏയ് ഒന്നും ഉണ്ടായില്ല. ചിക്കു നല്ല കുട്ടിയാ. ഈ പ്രായത്തിൽ ഇമ്മാരിയുള്ള കുട്ടികളെ കാണാനേ കിട്ടില്ല. മിടുക്കിയാ. മിടുക്ക് വാസുദേവന്റെ. സത്യത്തിൽ ഞാൻ തിരികെ വരുമ്പോ വാസുദേവൻ ഇവിടെ ഉണ്ടാവൂന്ന് പോലും എനിക്ക് സംശയമായിരുന്നു. ആ സമയം ഒരുപാടായി. വാസുദേവന് പോണ്ടേ? അല്ല ഇന്നിത്രയും വൈകിയതുകൊണ്ട്. എന്താ? അല്ല ഇത്രയും വൈകിയത്. സോറി, ഇന്ന് അല്പം ലേറ്റായി. ആ നാളെ മുതൽ നേരത്തെ എത്താം. വാസുദേവൻ പോയിക്കോളൂ. അല്ല മാഡം നാളെ നേരത്തെ വരണം. ഇന്ന് ഞാൻ ഇങ്ങനെ പോയില്ലേ? അല്ല ഞാൻ പോവാൻ തുടങ്ങിയായിരുന്നു. അപ്പഴാ പെട്ടെന്ന് ഓർത്ത് മുത്തച്ഛന് മരുന്ന് കൊടുത്തിട്ടില്ലെന്ന്. അല്ല അതുകൊണ്ട് സാരമില്ല, ഞാൻ കൊടുത്തോളാം. അല്ല മുത്തച്ഛനും മരുന്ന് മാറി കൊടുത്ത് മുത്തച്ഛൻ മരിച്ചെങ്ങാനും പോയി കഴിഞ്ഞാലേ നമുക്ക് അല്ല മരിച്ച് വാസുദേവൻ പോയിക്കോളൂ. ഞാൻ വരട്ടെ. ഞാനൊരു തമാശ മാഡം പ്ലീ. See you. Bye bye. Good night. ഹോ ചന്ദനക്കുറി, ചാക്ക് പോലത്തെ ഒരു ഷർട്ട്, ആനയ്ക്ക് കോണം കൊടുത്ത പോലത്തെ ഒരു പാന്റും കറുത്ത ചരടും. ഹോ എന്തൊരു ഗ്ലാമറുള്ള മുഖമായിരുന്നു. ഓ ഇപ്പൊ ഒരുമാതിരി വെള്ളരിക്കണ്ടത്തെ കോലം കുത്തിയ പോലുണ്ട്. ആത്മഗതം നിർത്ത്. അവള് വളഞ്ഞോടെ. വളഞ്ഞു വളഞ്ഞു. ആ പണ്ടാറടങ്ങിയ കൊച്ചിനടുത്ത് എന്റെ നടുവ വളഞ്ഞത്. അതാണെങ്കിൽ ഒരു അസൂര വിത്ത്. മേക്കാൻ പെടുന്ന പാടെ എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. ഓ നല്ല ഒന്നാന്തര AC റൂമിൽ നിന്ന് രണ്ടെണ്ണം അടിച്ചിരിക്കേണ്ട എന്റെ ഒരു ഗതികേട് നോക്കണേ. അതൊക്കെ പോട്ടെ, കാര്യം കഴിഞ്ഞപ്പോ കമ്മാളം പുറത്ത്. കാര്യം കഴിഞ്ഞ അതൊന്നുമല്ല. ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ പതുക്കെ ഒരു നമ്പർ ഇടാന്ന് വെച്ചപ്പോ അവള് പറയാ വാസ്തവം പോവല്ലേ, നമുക്ക് നാളെ കാലത്ത് കാണാന്ന്. നാളെ കാലത്ത് കാണിച്ചു കൊടുക്കാം. ഐ വിൽ പ്രൂവ് ഹു ഐ ആം. ഹലോ സെർവന്റ് പണിക്ക് എപ്പോഴാ പോകുന്നത്? രാവിലെ പോണം. എന്താ 5 AM ഒരു വേക്കപ്പ് കാൾ ബുക്ക് ചെയ്യാം. നീ പോത്ത് വല്ലയുടെ തുടങ്ങിപ്പോയാലോ? വേണ്ട വേണ്ട വേണ്ട, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഇക്കാര്യത്തിൽ നിന്റെ ഔദാര്യമൊന്നും എനിക്ക് ആവശ്യമില്ല. സാർ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നാ മതി. ഇവിടെയുള്ള എല്ലാം ഇഷ്ടം പോലെ നക്കി കുടിച്ചത് ഇവിടെ ഇരുന്ന് തന്നാ മതി. എന്നിട്ട് ഇതിന്റെയൊക്കെ ബില്ല് പേ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തന്ന് എന്നെ സഹായിക്കുക. ഭഗവാൻ ചിക്കു വാ, നമുക്ക് പോവാ. വാസുദേവൻ വരും. മോളെ മമ്മയുടെ കൂടെ വാ. എന്താ മോളെ ഇങ്ങനെ? മമ്മക്ക് ഓഫീസിൽ പോകാൻ സമയമായി. വേണ്ട, മോള് സാറാന്റിയുടെ വീട്ടിൽ നിന്നോ. വാസുദേവൻ വന്നാ മോളെ വന്ന് വിളിക്കാൻ മമ്മ ഫോൺ ചെയ്ത് പറയാം. വാ നമുക്ക് പോവാം.
വാസുദേവൻ. വാസുദേവ, വാതിൽ ചാരിയിട്ടേ ഉള്ളൂ, തുറന്നകത്ത് കയറാം. ആ പിന്നെ ചിക്കുനെ ഞാൻ കൊണ്ടുപോവാണ്. വാസുദേവന് ചെയ്യാൻ ഇന്ന് കുറച്ച് ജോലിയുണ്ട്. ഡ്രോയിങ് റൂം ആകെ പൊടി പിടിച്ച് കിടക്കുവാണ്. തറയൊക്കെ തുടച്ച് വൃത്തിയാക്കണം. എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. ഷോക്കേസ് ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നും പൊട്ടിക്കരുത്. ജോലിക്കിടയിൽ മുത്തശ്ശന്റെ കാര്യം മറക്കരുത്. സമയത്തിന് മരുന്ന് കൊടുക്കണം. ചിക്കുന്റെ മുഷിഞ്ഞ ഡ്രസ്സൊന്നും വാഷ് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. ഒക്കെ ബെഡ്റൂമിൽ ഇട്ടിട്ടുണ്ട്. നിറയെ ചെളിയും അഴുക്കുമാണ്. നല്ലപോലെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെക്കണം. ഇനി കിച്ചണിലെ കാര്യം. പാത്രങ്ങളെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെക്കണം. തീർന്നില്ല, ഒരു ജോലിയൂടെ ഉണ്ട്. ഇത് കൂടി വൃത്തിയാക്കിയാൽ വാസുദേവന്റെ പണി തീർന്നു. മുകുന്ദ, നീയാണോ? വാ 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 വാ. തകർന്നളിയാ, എല്ലാം തകർന്നു. പിടയ്ക്കാതെ കാര്യം പറ. ഞാൻ നോക്ക് 1.5 കിലോമീറ്റർ നീളമുള്ള ലിസ്റ്റ് എഴുതി വെച്ചിട്ട് അവള് പോയിരിക്കുന്നു. എനിക്കാണെങ്കിൽ ഈ ജോലി ഒന്നും ചെയ്ത് ശീലമില്ല. ഇതൊക്കെ ഈസി ജോബല്ലേ. ആദ്യമായി കുഞ്ഞിന്റെ മൂത്രം എങ്ങനെ മാറ്റാം നോക്കിക്കോ. അതാണ്. മൂത്രത്തിൽ മുങ്ങിയ തുണിയിൽ സോപ്പ് കൊണ്ട് ഇങ്ങനെ തേക്കുക. എന്നിട്ട് വെള്ളത്തിലിട്ട് നല്ലോണം ഒലക്കുക, മുറുക്കി പിഴിയുക, ഒന്ന് മണത്ത് നോക്കുക. മൂത്രത്തിന്റെ മണം നിശേഷം മാറിയാൽ മാത്രം നല്ല വെയിലത്ത് ഇങ്ങനെ വിരിച്ചുണക്കുക. ട്രെയിൻ. അടുത്തത് എച്ചിൽ പാത്രങ്ങൾ എങ്ങനെ കഴുകാം. പാത്രങ്ങൾ ഓരോന്നായി കയ്യിലെടുത്ത് അഴുക്കുകളെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഡിറ്റർജന്റ് പൗഡർ ഇട്ട് ചകിരിയോട് ചേർത്ത് പിടുത്ത് ഇങ്ങനെ തേക്കുക. എന്നിട്ട് വൃത്തിയുള്ള വെള്ളത്തിൽ കഴുകുക. ഉണങ്ങിയ ടവൽ കൊണ്ട് വൃത്തിയായിട്ട് തുടച്ചെടുക്കുക. അത് നിങ്ങളുടെ ഷെൽഫിൽ വെക്കുക. നോക്കൂ, പാത്രങ്ങൾ പളവളാ തിളങ്ങുന്ന കാണുന്നില്ലേ? അടുത്തത് കക്കൂസ് ക്ലീനിങ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രഷ് ഉപയോഗിക്കരുത്. മുട്ടുകുത്തിയിരുന്ന് പ്രസ്തുത കക്കൂസിൽ കൈകൊണ്ട് ഇളക്കി ഇളക്കി ഇളക്കി. മനുഷ്യനിവിടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ഇതിനൊരു പരിഹാരം കാണാതെ നിന്നെ വിടുന്ന പ്രശ്നമില്ല. എടാ, പൊട്ടനെ ചെട്ടി ജയിച്ച ചെട്ടിയെ ദൈവം ചതിക്കും. നീ ആഫീസർ ജമൻ എന്നെ കുറെ കഷ്ടപ്പെടുത്തില്ലേ? പറഞ്ഞിട്ട് എന്താ കാര്യം? 28ാമത്തെ വയസ്സിൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് വന്ന് കക്കൂസ് കഴിയാനാണ് നിന്റെ യോഗം. ഞാൻ അവളെ ഒന്ന് മുട്ടിക്കാമെന്ന് ഏറ്റിട്ടുള്ളൂ, കെട്ടിച്ചു തരാമെന്ന് ഏറ്റിട്ടില്ല. അത് നിന്റെ വഴി. അതിന് കടമ്പകൾ കുറെ കടക്കണം. കക്ഷത്തിലുള്ള വീഴുകരുത്, ഉത്തരത്തിലുള്ള എടുക്കുകയാണ്. അളിയ പ്ലീസ്, നീ എന്നെ കൈവിടരുത്. നീ സീരിയസ് ആണോ? അതെ, ഞാൻ വളരെ സീരിയസ്. എന്നാ വിത്തിൻ 24 hours. ഐ വാണ്ട് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. എന്നാ ഇമ്മീഡിയറ്റ് ആയിട്ട് പൈൻറ്റ് വരുത്ത്. അയ്യോ, ഈ രാവിലെയോ? അത് നേരവും കാലവും നോക്കണോ? ഗെറ്റ് റെഡി ഭഗവാൻ.